ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ അനിയൻ ചൂണ്ടിട്ടപ്പോൾ കിട്ടിയ മീനാണ്. മീനിൻ്റെ പേര് പാലാങ്കണ്ണി. അപ്പോൾ നമുക്ക് ഇന്നത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു കറി വെക്കാം. ഈ മീൻ കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. മീൻ നല്ല ടേസ്റ്റായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ നല്ല മുള്ളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി കല്ലിലിട്ട് ചതച്ചിട്ട് അത് ചട്ടി ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വഴറ്റാനിട്ടേക്കുവാണ്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ പൊട്ടിക്കാറുണ്ട്, ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളി മാത്രം വഴറ്റുന്നുള്ളൂ. ഉള്ളി ഇങ്ങനെ വഴറ്റാൻ വേണ്ടി ഇട്ടേക്കുക. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഉള്ളിയിലേക്ക് ഇടുവാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൊരിയണം. അത് നമ്മളതിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് ചെയ്ത് തരുന്ന അമ്മയാണ് കേട്ടോ. എനിക്ക് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളത് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുത്തതായിട്ട് കുടംപുളി ഇട്ട് കൊടുക്കണം. കുടംപുളി ഇട്ടിട്ട് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കല്ലുപ്പാണ് ഇട്ടത്. സാധാരണ പൊടിയാണ് ഇടാറ്, ഇന്ന് കല്ലുപ്പിട്ടു. അപ്പോൾ നമ്മൾ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കറിയിലേക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ ഓരോന്നായിട്ട് ഇടുകയാണ്. ഇങ്ങനെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. നമുക്ക് വേറെ സിമ്പിളായിട്ട് തന്നെ കറി വയ്ക്കാം. ഇതിന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാത്തിലും പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ മീൻ. നമ്മുടെ മീനൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടി 3-4 കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ വേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അമ്മേനോട് ഞാൻ വേപ്പിലയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ താഴെ പോയി വേപ്പില പറിച്ചുകൊണ്ട് വന്നു. വേപ്പില നമ്മുടെ മീൻ വറുത്തയിലേക്ക് നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുക. സാധാരണ ആദ്യം തന്നെ നമ്മൾ വേപ്പില ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മറന്നു പോയതുകൊണ്ട് രണ്ടാമതാണ് വേപ്പില ഇട്ട് നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.